നമസ്കാരം, ജിഞ്ചർ ലൈം വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ രുചികൾ തേടി ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതേപോലെ തന്നെ നല്ല രുചി തേടി വന്നിരിക്കുന്നത് ഒരു ഹോം ഷെഫിൻ്റെ അടുത്താണ്, പ്രിയ കോളശ്ശേരിയുടെ അടുത്താണ്. അപ്പോൾ ചേച്ചി നല്ലൊരു ഡിഷൊക്കെ റെഡിയാക്കിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ചേച്ചി എന്ത് ഡിഷാന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഡിഷൊന്നും ഞാൻ പറയണില്ല, അക്ബർ നേരെ ഇങ്ങ് വന്നോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, നേരെ ചേച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ്. പോയിട്ട് എന്ത് ഡിഷാന്നൊക്കെ നോക്കുവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും റെഡിയല്ലേ? വാ. അപ്പോൾ ഞാൻ നമ്മുടെ പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടൊപ്പം ഇന്നുള്ള ആളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു, പ്രിയ കോളശ്ശേരി അല്ലേ? ആ ചേച്ചി സുഖമായിരിക്കണം? സുഖമാണ്. ഒരു മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിന്, പക്ഷെ ഇപ്പൊ നല്ലൊരു മാറ്റം ഉണ്ടല്ലോ. എന്ത് പറ്റി? നല്ലൊരു മാറ്റം. നല്ലൊരു മാറ്റം ഉണ്ടല്ലേ. അല്ലെങ്കിലും ഈ വന്നിട്ട് പണി തരാൻ ഭയങ്കര നല്ലൊരു മാറ്റമൊക്കെ വെച്ചിട്ടുണ്ട് ചേച്ചി. എന്തായാലും അതിന്റെ സീക്രട്സ് ഒക്കെ എന്തായാലും ഫുഡ് എല്ലാവർക്കും നമുക്കൊക്കെ ഫുഡ് നന്നായിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളെയൊക്കെ വണ്ണം വെപ്പിച്ചിട്ട് ഇവിടെ ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എപ്പോഴും വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നല്ല ഡിഷുകളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നും അത്തരത്തിലുള്ള നല്ലൊരു ഡിഷ്. ഞാൻ എന്താണെന്നും നേരത്തെ ചോദിച്ചിട്ടൊന്നുമില്ല, ചേച്ചി എന്ത് ഡിഷാണ് തരുന്നതെന്ന് ചോദിച്ചിട്ടില്ല. ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വരുന്നുണ്ട്, ഞാനും നമ്മുടെ ക്യാമറാമാനും കൂടെ വരുന്നുണ്ട്, അപ്പം നല്ലൊരു ഡിഷൊക്കെ ചേച്ചി റെഡിയാക്കണം എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു നീ ധൈര്യമായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നല്ലൊരു ഡിഷൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്താണ്? നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. അപ്പൊ നോർമലി വന്നിട്ട് സമോസ, കട്ട്ലറ്റ്, അല്ലെ, വട, ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ഇഷ്ടം വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഓർത്തു ഈ താമരയുടെ വിത്ത്, അതായത് മഖാന, അതും പിന്നെ മധുരക്കിഴങ്ങ്, പിന്നെ ചിക്കനും, ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു സ്നാക്സ് സെപ്പറേറ്റ് പേരൊന്നുമില്ല, നോക്കാം. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു പേരിടാം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ താമരയുടെ വിത്തായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോപ്കോൺ ആണ് എന്താണെന്നുള്ളത്. പോപ്കോൺ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് റോസ്റ്റഡ് അല്ല, റോസ്റ്റ് ചെയ്തെടുത്ത് പോപ്കോൺ പോലെ കഴിക്കാനും നല്ലതാണ്. ലൈക്ക് ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഈ മസാലയൊക്കെ ഇട്ടിട്ട് വെറുതെ കഴിക്കാം. ഭയങ്കര നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ചേച്ചി നമുക്ക് ഇന്ന് റെഡിയാക്കി തരുന്നത് അല്ലേ? നമുക്ക് ഹെൽത്തി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എയർ ഫ്രയർ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഓരോ വീട്ടിലും ഒരു എയർ ഫ്രയർ അത്യാവശ്യമാണ്. കേട്ടല്ലോ, അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് അതിലും കൂടെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ചേച്ചി നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്തായാലും പേരിടാത്ത ഈ ഒരു സ്നാക്സിന് നമുക്ക് എന്താണ് ഇൻഗ്രീഡിയൻസ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ തുടങ്ങിയാലോ? ഈ സൈഡും തുടങ്ങാം അല്ലേ? സൺഫ്ലവർ ഓയിൽ ഉണ്ട്, ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ പക്ഷെ ഞാൻ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ മുളക് പൊടി, ഉപ്പ്, മുട്ട, പിന്നെ ചിക്കൻ ഞാനത് ആദ്യമേ വേവിച്ചിട്ട്. ചിക്കൻ ആയിരുന്നല്ലേ ഇത്? എനിക്ക് പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചു, ജസ്റ്റ് ഒന്ന്. അങ്ങനെ ഞാനിത് വേറെന്തോ ഇൻഗ്രീഡിയന്റ് വിചാരിച്ചിട്ടാണ് നിക്കണത്. ഇത് കണ്ട ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അല്ലെങ്കിലും എനിക്കറിയാം, വെജ് ഞാൻ ഉണ്ടാക്കി വെച്ച വെജോ എന്ന് ചോദിക്കും. അത് സത്യമായിട്ട് ചോദിക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, താമരയുടെ വിത്തുണ്ട്, പിന്നെ മധുരക്കിഴങ്ങ് ഇപ്പം ഭയങ്കര എല്ലാവരുടെ ഇടയിലും ഭയങ്കര ഫേമസ് ആയിക്കോട്ടെ. പണ്ട് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോ അത്ര ഫേമസ് ആണോ? അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ പൊട്ടാറ്റോയ്ക്കൊക്കെ പകരം ഞാൻ ഇവിടെ ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇപ്പൊ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും അവർക്കും കഴിക്കാം, പിന്നെ ഡയറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ്. ഇതൊരു വ്യത്യാസം ഉണ്ടല്ലോ, ഇത് ഇച്ചിരി കൂടിയ ബ്രെഡ് ക്രംസ് ആണ്, ഇമ്പോർട്ടഡ് ആണല്ലേ? അതെ. ബ്രെഡ് ക്രംസ് ഉണ്ട്, പിന്നെ അതേപോലെ മുട്ട, പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ പേര് ഇടാത്ത ഈ സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ മഖാന ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ എന്തായാലും ഇതാ നമുക്കിപ്പോ എയർ ഫ്രയർ തന്നെ വേണമെന്നില്ല, അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ വറുത്തെടുക്കാം. ഓക്കെ. അപ്പൊ ഞാനിത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
അപ്പൊ നമ്മൾ ഇതിലേക്ക് താമരയുടെ വിത്ത് ഇട്ട് കൊടുത്തു. ഇനി ആ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഏകദേശം എത്ര സമയം എടുക്കും? ഒരു 3 മിനിറ്റ്സ്. ഇതിനകത്ത് കണ്ടോ ചെറിയ ചെറിയ ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ ഫ്രൈ ചെയ്യുന്ന പോപ്കോണിന്റെ ആ ഒരു സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. റെഡിയായി വന്നു അല്ലേ അത്? അതെ, കണ്ടോ ആ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി എന്താണ് ചേച്ചി ചെയ്യേണ്ടത്? ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ശരി, അപ്പൊ ഇതിനൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പൊ നമ്മളിത് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള താമരയുടെ വിത്തൊക്കെ ഇതാ പൊടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തായിരുന്നു അല്ലേ? ഇത് രണ്ടും എടുത്തു. ഇനി ആദ്യം എന്താണ് ചേച്ചി ചെയ്യേണ്ടത്? ഇനിയാണ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോണേ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഈ ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ, മസാലയും മാത്രമേ ഉള്ളൂ വേവിക്കാനായിട്ട്. ബാക്കിയെല്ലാം വേവിച്ചതാണ്. പച്ചമണം അതിനകത്ത് വേറൊന്നിനും വരത്തില്ല. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. ചെയ്തോളൂ. അപ്പോ ഈ ചട്ടി ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ? അതെ. അതിന്റെ കൂടെ പച്ചമുളക്, ശരിക്കും കുരുമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഇച്ചിരി ബഹളക്കാരനാന്ന് തോന്നുന്നല്ലേ? ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ബഹളമുണ്ട്, പക്ഷെ എന്നാലും അതിന്റെ ഒരു മണം ഭയങ്കര രസമല്ലേ. ഇനി അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഗരം മസാല 1.5 ടേബിൾ സ്പൂണ്. കുരുമുളക് നമുക്ക് എരിവിന് ആവശ്യമുള്ളത്. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ, അതിനകത്തോട്ട് ചിക്കൻ ഇടുവാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ക്രമീകരിച്ചു കൊടുക്കാനായിട്ട്. ലൈക്ക് നമുക്ക് ചിക്കനാണ് കൂടുതൽ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലേ? നമുക്ക് ചിക്കൻ കൂടുതൽ വേണം, അതുകൊണ്ട് കൂടുതൽ ഇട്ടു. പിന്നെ അതിന്റെ കൂടെ എല്ലാം ഒരുമിച്ച് അങ്ങ് പോവാണല്ലേ? അതെ, മധുരക്കിഴങ്ങ് അതിട്ടു. പിന്നെ നമ്മുടെ താമര അത് ഇട്ടു. ഇനി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. എല്ലാം അതിലേക്ക് ഇട്ടു അല്ലേ? അതെ, എല്ലാം ഇട്ടു. അപ്പൊ ഇതിനകത്ത് ഉപ്പ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് അയക്കുന്നേ, കാരണം ഞാൻ മധുരക്കിഴങ്ങിലൊന്നും ഉപ്പിട്ടിട്ടില്ല. ചിക്കനിൽ മാത്രം വേവിക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിട്ടെന്നേ ഉള്ളൂ, ബാക്കി ഒന്നിലും ഇട്ടിട്ടില്ല. അപ്പൊ ഇനി ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോ നമുക്ക് കിട്ടണം, കൈ ഇങ്ങനെ പിടിക്കാൻ കിട്ടണം. ആ ഒരു ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് വേണമെങ്കിൽ ഇപ്പൊ മഖാന ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ താമര വിത്തിന് ഞാൻ എവിടെ പോവാൻ എന്ന് ചോദിക്കുന്നവർക്ക് താമര വിത്ത് വേണ്ട, അല്ലാതെ ഇതുണ്ടാക്കാം. അതെ, ഇനി മധുരക്കിഴങ്ങ് ഇല്ലെങ്കിൽ വേണ്ട, പൊട്ടാറ്റോ എടുത്താൽ മതി. പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി. നമുക്കപ്പോ ഇതിനകത്ത് ഇച്ചിരി മല്ലിയില കൂടി ഇടാം. മല്ലിയില ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല, അപ്പൊ അത് കൂടി ഇടാം. ഒരു മണം വരുന്നില്ലേ? നല്ല മണം വരുന്നില്ലേ? ഒരു വെറൈറ്റി മണം, നല്ല ഒരു മണം കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി അതല്ല, ഇനി ഇതിനകത്ത് ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചപ്പാത്തിക്ക് ഫില്ലിങ് ആക്കാം, ദോശയ്ക്ക് ഫില്ലിങ് ആക്കാം. മല്ലിയില ഞാൻ ഇതിനകത്തോട്ട് തന്നെ കട്ട് ചെയ്ത് ഇടുവാണ്. ഇപ്പൊ ഏകദേശം എല്ലാം റെഡി ആയി അല്ലേ? എല്ലാം റെഡി. ലാസ്റ്റ് നമ്മള് അതിലേക്ക് മല്ലിയിലയും കൂടെ മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തു. ഇപ്പൊ റെഡി ആയി. എന്റെ കണക്കിന് എരിവൊക്കെ കറക്റ്റ് ആണ്. ഇനി അതുപോലെ ഈ മഖാന ഞാൻ ഫുൾ എടുത്തിട്ടില്ല, അത് പെട്ടെന്ന് ഈ നമ്മുടെ ഈ കൂട്ടിനെ ഡ്രൈ ആക്കും. അപ്പോ എന്തെങ്കിലും കാര്യത്തില് വെള്ളം കൂടി പോയാ അത് ഇതങ്ങ് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. വെള്ളം അത്ര അങ്ങ് വലിച്ചെടുത്തോളൂ. ടെക്നിക്ക് എല്ലാ ടെക്നിക്കും അതിന്റെ ഒരു എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനും കൂടെ അവിടെ കണ്ടുവച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? വെറുതെ അല്ല, ഞാൻ ഇവിടെ വന്നപ്പോഴേ ആ ഷെൽഫ് നിറച്ച് ഒരുപാട് ഗബ്ബുകളൊക്കെ കിടപ്പുണ്ടല്ലോ. അവാർഡുകളുടെ അവാർഡാണ്. ഓൾമോസ്റ്റ് എല്ലാ അവാർഡും ഇങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ലേ? ഇനി എന്തെങ്കിലും മേടിക്കാൻ ബാക്കിയുണ്ട്? ഇനി വേണ്ടെന്ന്, ഇനി ഇവിടെ ഷെൽഫിൽ സ്ഥലമില്ല. അപ്പൊ ഇത് റെഡി ആയല്ലോ ചേച്ചി? ഇനി ഇത് ഉരുട്ടിയെടുക്കാം. അല്ല, ഇതിനിപ്പോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി നോക്കണം. ഇനി അതങ്ങ് ഉരുട്ടിയെടുക്കണം. ചെറിയ ചൂടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബോൾസ് ആയിട്ട് എടുക്കാം. ഞാൻ എന്ന് വിചാരിക്കുന്ന ഒരു കുറച്ച് നീളൻ ഷേപ്പില് അങ്ങനെ ചെയ്യാം. കട്ട്ലറ്റിന്റെ ഷേപ്പ് അല്ല. നമ്മൾ ഈ സ്നാക്സിന്റെ കാര്യം പറയുമ്പോൾ എല്ലാരും പറയും സ്നാക്സ് ആണ്, അൺഹെൽത്തി ആണ്, വേണ്ട എന്ന് പറയും. പക്ഷേ
നമ്മൾ ഇങ്ങനത്തെ സ്നാക്സ് ആകുമ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഓയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം കുറച്ച് ജസ്റ്റ് അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്. അതിന് ശരിക്കും അത് വളരെ കുറച്ച്, അതായത് 1/4 ടീസ്പൂൺ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എയർ ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് ഓയിലേ ഇല്ല പിന്നെ. അതെ അതെ. അങ്ങനെ നമുക്ക് നല്ല ഒരു ഹെൽത്തി സ്നാക്സ്. ഇപ്പൊ വയസ്സായവർക്കൊക്കെ സ്നാക്സ് ഒക്കെ വേണം. അപ്പോൾ എല്ലാവരും അയ്യോ അവർക്ക് വയ്യാത്തതല്ലേ, കൊളസ്ട്രോൾ അല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് വാങ്ങി കൊടുക്കും, ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ മധുരക്കിഴങ്ങേ ഉള്ളൂ, എല്ലാം ഹെൽത്തി പോർഷനാണ്. ചിക്കൻ ഫ്രൈ ചെയ്തതല്ല, ഞാൻ ചിക്കൻ പുഴുങ്ങിയിട്ടാണ്, വെറുതെ പുഴുങ്ങിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിരുന്നത്. അതിനകത്ത് ഓയിലിന്റെ വരുന്നതേ ഇല്ല. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ഹെൽത്തി സ്നാക്സ് ആണ്. അതെ അതെ, ഏത് പ്രായത്തിലുള്ളവർക്കും വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ്. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ചാൽ ആവശ്യത്തിനടുത്ത് വറുത്ത് കൊടുക്കാം. അത് ശരിയാണ് അല്ലേ. ഒരു സൺഡേ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സൺഡേ ഒക്കെ ആകുമ്പോഴേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. ഇനിയിപ്പോൾ ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് റീപ്ലേസ് ചെയ്യാം, ബീഫ് വെച്ചുണ്ടാക്കാം, മട്ടൺ വെച്ചുണ്ടാക്കാം. ഇനി അതല്ല വെജ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫിഷ് ഉപയോഗിക്കാം അല്ലേ. ഫിഷ് ഉപയോഗിക്കാം, ഇച്ചിരി കട്ടിയുള്ള ഫിഷ് ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. വെജിറ്റേറിയൻസിനാണെങ്കിൽ വാഴക്കൂമ്പ്, പിന്നെ എന്താണ് സോയ, മഷ്റൂം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ എന്തിനും എല്ലാറ്റിനും ഓപ്ഷൻ ഉണ്ട്, നല്ല ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മസാലക്കൂട്ടൊക്കെ റെഡി ആക്കിയിട്ട് ഇത് ഒരു ഷേപ്പിലാക്കിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് ചേച്ചി. ഇനി അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തന്നെ മുട്ടയില് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. അപ്പൊ ഇനിയും പ്രോസസ് ഉണ്ട്. ഞാൻ വെച്ച് ഇനി നീ അക്ബർ ഇനി ഓരോന്നെടുത്ത് കഴിച്ചോന്നാണ് പറയാൻ പോകുന്നത്. അല്ല അല്ലേ. അപ്പൊ ഇനി അതിനെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് വീണ്ടും വേറൊരു പ്ലേറ്റിലോട്ട്. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ ഷേപ്പിലാക്കിയിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ടിനെ നമ്മൾ പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ അത് പറയണില്ല. ഇനി എന്താണ് ചെയ്യാൻ പോണത്? ഇനി ഞാൻ കുറച്ച് എയർ ഫ്രയറിലും കുറച്ച് രണ്ട് സ്റ്റൈലിലും അങ്ങ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പാത്രം വെച്ചു, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ എണ്ണ ചൂടാകുന്നുണ്ട്, അവിടെ എന്തോ ചെയ്യാനുണ്ടല്ലേ. ഇവിടെ പാല് കാച്ചി, അവിടെ കല്യാണം. അതാണ് ഞാൻ പറയാം, അവിടെ പാല് കാച്ചി ഇവിടെ താലി കെട്ട്. അപ്പൊ ഞാൻ ഇത് എടുക്കുവാണ്. ഓക്കെ. എടുത്തിട്ട് ഇതില് ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒട്ടി പിടിക്കാതിരിക്കാൻ. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഇതിനകത്തും കൂടെ വേണമെങ്കിൽ കുറച്ച്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, 4 എണ്ണം എടുക്കുന്നതേ ഉള്ളൂ, എന്നാലും ഒരു വഴിക്ക് പോണല്ലേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് 1 2 3 4 മതിയല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് ഞാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഞാൻ എണ്ണയിലിടുക. അപ്പൊ ഇത് നല്ല ഫ്രൈ ആവണോ? ഇത് നമ്മൾ നല്ല ഫ്രൈ ആവണം. പിന്നെ നമ്മൾ ചില കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണ പറ്റും അല്ലേ. നമ്മൾ പഴംപൊരി കഴിക്കുമ്പോഴും സമോസ കഴിക്കുമ്പോഴും കട്ട്ലറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ തീ അഡ്ജസ്റ്റ് ചെയ്യാത്ത ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. നമ്മൾ എന്ത് സാധനവും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം തീ ഹൈ ആയിരിക്കണം, അത് കഴിഞ്ഞ് മിഡിലായിരിക്കണം. കോരുന്ന സമയത്ത് എല്ലാവരും തീ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഈ എണ്ണ അങ്ങ് കയറിപ്പോവും. നമ്മൾ എന്ത് സാധനങ്ങൾ കോരുമ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ടേ കോരാവും. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി കൂടുതലിട്ട് കരിപ്പിക്കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് മാറ്റാം അല്ലേ. മാറ്റാം. അല്ലെങ്കിൽ ഈ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണ പിടിച്ച് വെച്ചേക്കുന്ന സ്നാക്സ് എനിക്കിഷ്ടമല്ല. പൊതുവേ ഞാൻ എണ്ണ പിടിച്ച സ്നാക്സ് ഒന്നും കഴിക്കത്തില്ല. കയ്യിൽ പിടിക്കാത്ത രീതിയിൽ. ഇവിടെ ടിഷ്യൂ പേപ്പർ നമുക്കില്ല, അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ മറന്നുപോയി എടുക്കാൻ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് പ്ലാസ്റ്റിക് അല്ല. കാണുമ്പോൾ പ്ലാസ്റ്റിക് ലുക്കേ ഉള്ളൂ.
അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഫ്രൈ ചെയ്തു. ഇത് ഇപ്പം തന്നെ കഴിക്കരുത്, കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടെ പണിയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ വെക്കുവാണ്. എന്നാലും വേണമെങ്കിൽ ടേസ്റ്റിന് ഒരെണ്ണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു, പക്ഷെ അത് വേണ്ട. അതിന്റെ റീസൺ പറഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കിയാലും കാണുമ്പം ഉള്ള ഒരു ഭംഗി കൂടെ വേണം. അപ്പൊ ഞാൻ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചി ഇനിയിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു ഡിപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അക്ബറിന് എപ്പോഴും ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഡിപ്പാണ്, പക്ഷെ അത് നമ്മുടെ സീക്രട്ട് ആണ്. അപ്പൊ അത് ഡിപ്പ് ഒന്നും പറഞ്ഞു തരത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ ഈ ഡിപ്പ് വെച്ചിട്ട് നമ്മൾ പാർട്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പുറത്തതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കളർ കിട്ടില്ല അതിന്. ഓക്കെ, അതിന് നമ്മള് വേറെ ഇതിലാണ് ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ ഇതാ ഫൈനലി എൻ്റെ കയ്യിൽ ഡിഷ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഫ്രൈ ചെയ്ത് കഴിച്ചു. ആദ്യം ഫ്രൈ ചെയ്ത് കഴിക്കാം. അതിന് മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എപ്പോഴും നമുക്ക് ഡിഷ് തരുന്ന സമയത്തും എന്ത് സ്നാക്സ് എന്താണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഇതിൻ്റെ അകത്ത് ഒരു ഡിപ്പ് കാണാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്പ് ഞാൻ പറഞ്ഞു തരൂല എന്നുള്ളത്, പക്ഷെ ഡിപ്പ് എനിക്ക് പറഞ്ഞു തരാനൊന്നും വേണ്ട. പക്ഷെ ഇത് ചെറിയൊരു ചതിയായിപ്പോയി. ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ഇവിടെ ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാം എനിക്ക് കഴിക്കാൻ പറ്റുന്നു, പക്ഷെ ഇത് ഒരു ഗ്ലാസ്സിലാക്കി തന്നു. എന്നിട്ട് ഒരെണ്ണം നീ കഴിച്ച മതി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിന് നമുക്കൊരു പേരിടണ്ടേ ചേച്ചി? ഒരു പേര് ഐശ്വര്യമായിട്ട് ഇട്ടോളൂ. നമുക്ക് ഇതിനകത്ത് ചിക്കനും മഖാന അതുമാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മഖാന റോൾ എന്നോ ചിക്കൻ മഖാന ക്രോക്കറ്റ്സ് എന്നോ വിളിക്കാം. ചിക്കൻ മഖാന റോൾ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ക്രോക്കറ്റ്സ് അതാണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും അത് കാണുന്ന നിങ്ങൾക്കും വേണമെങ്കിൽ നമ്മുടെ ഇതിൽ കമന്റ് ചെയ്യാം എന്താണ് വേണമെന്നുള്ളത്. അപ്പൊ എന്തായാലും കുറെ സമയം ഇനി എനിക്കിത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണിയില്ല. ഞാൻ ഇതിങ്ങനെ കഴിക്കുവാണ്. അപ്പോൾ ഇത് ഈ ഡിപ്പിൽ ഇങ്ങനെ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക. ആരും കൊതിയൊന്നും വിടരുത്. വേണമെന്നുണ്ടെങ്കിൽ ഇതാ പ്രിയ കോളശ്ശേരിയുടെ അടുത്തോട്ട് വരിക, കഴിക്കുക. ഇതെങ്ങനെ എടുക്കുക. രക്ഷയില്ല കേട്ടോ. എന്താണ് സാധനം എന്നൊന്നും പിടിയൊന്നും കിട്ടത്തില്ല. മധുരക്കിഴങ്ങിന്റെ നമുക്ക് ഇതിൽ നമുക്കിപ്പോൾ ഇത് ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെ ഇട്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അല്ലാത്ത രീതിയിൽ ഒരാൾക്ക് ഇത് എന്തൊക്കെ ഇതിലുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അത്രയും നല്ല എന്താ പറയണ്ടേ, കഴിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്. പിന്നെ ഡിപ്പാണ് ഹൈലൈറ്റ്. ഡിപ്പ് ഞാൻ അത് ചോദിച്ചു പറഞ്ഞു തരില്ല, പക്ഷെ ഡിപ്പ് നല്ല രസം. ഈ ഡിപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആരും കൊതിയൊന്നും വിടണ്ട. അകത്തൊരു കമ്പിരിപ്പുണ്ട്. കമ്പത്തവിടെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു രക്ഷയില്ല ചേച്ചി. എനിക്ക് ഉറപ്പായിരുന്നു ചേച്ചി നമ്മൾ എന്തെങ്കിലും ചേച്ചിയുടെ അടുത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെ തരുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് തന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും എനിക്കറിയാം അക്ബറിന്റെ എപ്പോഴും ഉള്ള എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനും ഒരു പടി മുകളിൽ ചിന്തിച്ചാലേ പറ്റും. ഒരു പടിയൊന്നും അല്ല ചേച്ചി, ഇത് ഒരുപാട് പടി മുകളിൽ തന്നെയാണ് ഈ സാധനം ഉള്ളത്. ഒരു രക്ഷയില്ല. നല്ല 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 ഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ അതേപോലെ ഹെൽത്തി ആയിട്ട് ഇപ്പം നമുക്ക് എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ഇത് കൂടുതൽ കഴിച്ചതുകൊണ്ട് ഇതും കൂടെ കഴിച്ചു നോക്കും. കഴിക്കണോ? ഒന്ന് കഴിച്ചു നോക്കും. പക്ഷെ ഞാൻ കൂടുതലും ഇതിന്റെ ഒരു ഫാനാണ്. വ്യത്യാസം ഒന്നും കാണത്തില്ല. ഇതിങ്ങനെ എടുക്കുക. ഇത് വേണം നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുക. ഇത് ഞാൻ ആ പാർട്ടി ബേസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഫ്രൈ. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാത്തതാണ്. വലിയ വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എണ്ണയുടെ ഒരു കോട്ടിങ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഡിപ്പ് കൂടെ വരുമ്പോൾ നമ്മൾ അറിയത്തില്ല ഫ്രൈഡ് ആണോ അല്ലേ എന്നറിയത്തില്ല. ഒരു രക്ഷയില്ല. എന്തായാലും ചെറിയ സമയം കൊണ്ട് ഇത്രയും നല്ലൊരു സ്നാക്സ് റെഡിയാക്കി തന്ന ചേച്ചിക്ക് എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വക നല്ലൊരു
താങ്ക് യു സോ മച്ച്. താങ്ക് യു അങ്ങോട്ട് പറയാണ്. ഞാനാണ് പറയാനുള്ളത്, ബിക്കോസ് ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അക്ബർ വരുമ്പോൾ എങ്ങനെ തന്നെയാണ്. ഇനിയും ഞാൻ വരും, ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും. ചേച്ചി എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഹെൽത്തി സ്നാക്സോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡോ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതായത് നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ ഉൾപ്പെടുത്തുക. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി, എന്തായാലും ഇത്രയും നല്ലൊരു സ്നാക്സ് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി തന്നതിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു ഈ കട്ട്ലറ്റൊക്കെ കഴിക്കണം, പക്ഷേ എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഇതിലിപ്പം സ്വീറ്റ് പൊട്ടറ്റോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും അറിയുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഫ്രൈഡ് ആണ് കഴിക്കുന്നത്, ഓയിലിൻ്റെ ആ ഒരു കുത്തൽ കിട്ടുന്നുണ്ടോ? ഓയിലിന്റെ ആ ഒരു ചെറിയ എന്താ പറയുന്നത്, നമ്മൾ ഈ കടയിൽ നിന്നുള്ള സ്നാക്സ് കഴിക്കുമ്പോൾ അങ്ങനെ ഇല്ല ഭയങ്കരമായിട്ട് അങ്ങനെ നമുക്കിപ്പോൾ ഓയിൽ ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ വലുതായിട്ട് അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇതിപ്പോൾ ഫ്രൈഡ് ആണെന്നുള്ള രീതിയിൽ അറിയാൻ പറ്റുന്നത്. അല്ലാതെ ഇത് ഓയിൽ ഈ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കുമ്പോൾ അതിൽ നമ്മളൊരു 5 ടിഷ്യൂ പേപ്പറെങ്കിലും ഇല്ലാതെ നമുക്ക് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ടിഷ്യൂ ഒന്നും ചേച്ചി യൂസ് ചെയ്തിട്ട് പോലും ഇല്ല, നമുക്കും അതിൻ്റെ ഒരു ആവശ്യവും വന്നിട്ടില്ല. എൻ്റെ കയ്യിൽ പോലും അങ്ങനെ ഒരു ഓയിൽ നേരത്തെ എടുത്ത് കഴിച്ചപ്പോഴും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ചേച്ചി. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നല്ല ഡിഷുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഇതിൻ്റെ താഴെയൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ഇടാം. അതേപോലെ തന്നെ ചേച്ചീനെ കുറിച്ചിട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള ഫുഡീസിനൊക്കെ അറിയാൻ പറ്റും. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഇതിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചേച്ചി നമ്മൾ നല്ലൊരു ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞാൽ അതെ, ടാറ്റാ. എല്ലാവർക്കും ടാറ്റാ.